ഹലോ, ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ നാട്ടിൻപുറത്തെ ഉത്സവങ്ങളുടെ ഒരു വീഡിയോ ആണ്. ഇന്ന് ധനുമാസം 10-ാം തീയതി ഞങ്ങളുടെ കോട്ടമ്മല ധനുപ്പത്ത് ഉത്സവമാണ്. രാവിലെ നേരത്തെ 5:30-ക്ക് ഞങ്ങളത് എല്ലാവരും കൂടി പോവുകയാണ് കേട്ടോ. രാവിലെ നേരത്തെ ഗണപതി ഹോമമുണ്ട്. ഓർമ്മ വെച്ച നാൾ മുതൽ എന്നും പുലർച്ചെ എഴുന്നേറ്റ് ഗണപതി ഹോമത്തിന് പോകാറുണ്ട് കേട്ടോ. ഇന്ന് കുട്ടീസിനെയൊന്നും കൂട്ടിയില്ല. എപ്പോഴും വരുമ്പോൾ കുട്ടീസിനെയൊക്കെ ഉണർത്തി എല്ലാവരും കൂടെ വരിക. ഇന്നലെ കരോളൊക്കെ കഴിഞ്ഞതുകൊണ്ടും ഋതുക്കുട്ടിന് ചെറിയൊരു പനിയുള്ളതുകൊണ്ടും മായ അവിടെ നിന്നപ്പം ഞങ്ങൾ അവനെ കുഞ്ഞുമക്കളെ ഒന്ന് നല്ല തണുപ്പും മഞ്ഞൊക്കെയല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛനും വരാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും അമ്മമാരും ഞങ്ങളെല്ലാവരും കൂടി പോകുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ഗണപതി ഹോമൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ക്ലൈമറ്റാണ്, നല്ല തണുപ്പും അടിപൊളിയാണ്. അപ്പോൾ ഗണപതി ഹോമത്തിൻ്റെ വീഡിയോ കാണാം. അങ്ങനെ ഗണപതി ഹോമം കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തിറങ്ങിയിട്ടോ. അപ്പോഴത്തേക്കും ഇതാ കുറച്ച് വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഗണപതി ഹോമത്തിൻ്റെ ഇതാ കുറിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും തൊട്ടൊക്കെ കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ കോട്ടമല അയ്യപ്പസ്വാമി ക്ഷേത്രം. ഇവിടെ വന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ അനിയനും ഏട്ടനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തിരുപ്പൂരിൽ നിന്ന് അനിയൻ്റെ ഫ്രണ്ട് ചന്ദ്രബ്രോയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ വഴിപാടൊക്കെ കൊടുക്കുന്ന എല്ലാവരും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഉണ്ണിയുടെ അനിയൻ്റെയും ഫ്രണ്ട്സൊക്കെ കൂടി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ എൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഗണപതി ഹോമത്തിന് ഞങ്ങൾ കയറുന്ന സമയത്ത് അയ്യപ്പൻ്റെ അവിടെ നേരെ നിന്നാ ചെയ്തിട്ടുണ്ടായിരുന്നു. ശിവൻ്റെ അവിടെ തൊഴാൻ പറ്റിയില്ല. അപ്പോൾ ക്യൂ നിന്നിട്ട് അമ്മ ഒന്നും കൂടി തൊഴുതിട്ട് വരാം, അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു തൃപ്തിയില്ല എന്ന് പറഞ്ഞാൽ അമ്മ ക്യൂ നിന്നതാ അകത്ത് കയറിയിട്ടോ. അകത്ത് കയറിയപ്പോൾ ദൈവത്തിന് കൊടുക്കാനുള്ള പൂവൊക്കെ അവിടെ റെഡിയൊക്കെ കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മേമയും ഞങ്ങളും എല്ലാവരും കൂടി അകത്തേക്ക് കയറി തൊഴാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ശരണവിളികളോടെ പ്രാർത്ഥനകളോടെ അവിടെ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളത് പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വല്യമ്മ തുടക്കത്തിൽ ഓടി കയറുന്നുണ്ടായിരുന്നു. ഇറങ്ങിയപ്പോഴും വല്യമ്മ തന്നെയാണ് ഫസ്റ്റ് നിൽക്കുന്നത് കേട്ടോ. ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു കളിപ്പാട്ടങ്ങളും ഇതുപോലെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇരുട്ടായിരുന്നല്ലോ. ഇപ്പോൾ ഇതാ എല്ലാവിടെയും പൊരികളും കളിപ്പാട്ടങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കുറുമ്പന്മാരെയും കൂട്ടിയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇനി എന്താ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. താഴെ ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ഓഫീസ് വരയ്ക്കുന്ന ദേവാൻ ചേച്ചി എന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞു ഞാനെന്താ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ചേച്ചിയുടെ കൂടെ ഒരു വട്ടവും കൂടി മലയിൽ വീണ്ടും അയ്യപ്പനെ കാണാൻ വേണ്ടി കയറി കേട്ടോ. പിന്നെ അവരെവിടെയൊക്കെ കാണിച്ചൊക്കെ കൊടുത്ത് തൊഴുതൊക്കെ കഴിഞ്ഞ് അഗൈൻ വീണ്ടും താഴെ ഇറങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് കുപ്പിവളയൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. അങ്ങനെ അവർ നേരെ നമ്മൾ വീട്ടിലോട്ട് കൂട്ടി. അങ്ങനെ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ചേച്ചിയാരും വന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിത് അവിടെ നിന്ന് കഴിഞ്ഞ് യാത്ര പറഞ്ഞ് അവരിതാ നേരെ ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്കും ഉത്സവത്തിന് 3 ആനയാണുള്ളത്. ആന വന്നപ്പോഴത്തേക്കും വഴി അറിയാത്തതുകൊണ്ട് അവിടെ നിർത്തി വഴിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ അടുത്ത്. അതൊക്കെ അവർ പറഞ്ഞൊക്കെ കൊടുത്തു കേട്ടോ. അതേപോലെയൊക്കെ അച്ഛൻ സ്പെഷ്യലായിട്ട് എപ്പോഴും പച്ചക്കറിയൊക്കെ മുറിക്കും. വയ്യെങ്കിലും പാവം അവിയലിനും കൂട്ടിയതൊക്കെ അച്ഛനാണ് പച്ചക്കറി അറിയുന്നത് കേട്ടോ. എല്ലാവരും ജോലി ചെയ്ത് തിരക്കണാണ്. പിന്നെ നമ്മുടെ വല്യമ്മയുടെ സ്പെഷ്യൽ സാമ്പാറും. അങ്ങനെ സാമ്പാർ റെഡിയായി, അവിയൽ കൂട്ടിയറൊക്കെ റെഡിയായി. അപ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നൊരു ചേച്ചി വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ഒന്ന് വേഗം വന്നു കേട്ടോ. സുബിത ചേച്ചി യാക്കരയിലാണ്. അങ്ങനെ ചേച്ചിയുടെ വിശേഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറുമ്മമാരെയൊന്നും അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവരെയും കൂട്ടി അമ്പലത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു 12 മണിയായപ്പോൾ ഇറങ്ങിയിട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല തിരക്ക്. ഇവിടെ നിന്ന് തന്നെ നല്ല തിരക്കും വെയിലും. അപ്പോൾ എങ്ങനെ ഇവരെയും കൊണ്ട് പോയത് ഞാനും മഞ്ജുവാണ്. അപ്പോൾ ഈ കുട്ടീസ് എല്ലാവരും ഉണ്ട്. ഈ തിരക്കിനിടയിൽ ഞങ്ങൾക്ക് എന്തായാലും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഐസ്ക്രീം മതി, നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു. പകുതിക്ക് വെച്ച് ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് അവിടെ ആന ഉത്സവത്തിന് വേണ്ടി അവിടെ ആനനെ കെട്ടിയിരിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ വന്ന് കുട്ടി കുടുംബത്തിന് ആനയും കാണിച്ചു കൊടുത്തിട്ട് അവിടെ നിന്നോട്ടോ. പിന്നെ തിരിച്ച് നടക്കണമല്ലോ അത്രയും ദൂരം, കാരണം എല്ലാവരെയും എടുക്കണം എന്നാണ് പറയണത്. അങ്ങനെ ഏട്ടനെ വിളിച്ചപ്പോൾ ഏട്ടൻ നേരെ ജീപ്പും കൊണ്ട് വന്നിട്ടോ. അത് വന്നപ്പോഴുള്ള സന്തോഷമാണ് കുറുമ്മമാരുടെ മുഖത്ത്. അത് കഴിഞ്ഞ് ആനനെ കുറച്ചും കൂടി അവിടെ നിന്ന് കണ്ടു. എത്ര കണ്ടാലും മതി വരാത്തൊരു സംഭവമാണ് ആന. തിരിച്ചു പോകുമ്പോൾ വീണ്ടും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഇനി ഏട്ടൻ്റെ വക ഒരു ഐസ്ക്രീം ആൻറ്റി വാങ്ങിച്ചു തന്നില്ല, ഇനി എനിക്കും വേണമെന്ന് പറഞ്ഞു തുമ്പിക്കുട്ടി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ഐസ്ക്രീം മേടിച്ചു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്കും കിട്ടിയ ഐസ്ക്രീം കുഞ്ഞിപ്പെണ്ണിനും. അങ്ങനെ ഞങ്ങളെല്ലാവരും രണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അവിടെ പോയപ്പോഴത്തേക്ക് അമ്മയൊരു സദ്യയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളതെല്ലാവരും സദ്യയൊക്കെ കഴിഞ്ഞ് അവിയലും കൂട്ടുകറിയും പായസം ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി ഒരു പരിപാടിയും കൂടി ഉണ്ട്. കുഞ്ഞിപ്പെണ്ണ് കുറച്ച് ഇത് കിലുക്കാൻ വേണ്ടി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടക്കുമായിരുന്നു. പപ്പടം ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മുത്തുമണിക്ക് കേട്ടോ. അതുകൊണ്ട് വലിയേട്ടൻ്റെ ഇലയിൽ നിന്നായിരുന്നു പപ്പടമൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു. പൊന്നുമ്പോൾ പാവം കേട്ടോ, പാവം പണിയൊക്കെ ചെയ്താകെ ക്ഷീണിച്ചിരിക്കുവാണ്. അച്ഛൻ എന്താ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അച്ഛന് പോകാൻ വരാൻ പറ്റിയില്ല കേട്ടോ, തണുപ്പൊക്കെ കൊണ്ട്. പിന്നെ അപ്പോഴത്തേക്കും തിരക്കും വന്നു. കുഞ്ഞിപ്പെണ്ണ് എപ്പോഴും ഇപ്പോൾ ഇവിടെ വന്ന ശേഷം ഈ ഒരു ഊഞ്ഞാലിലാട്ടോ സ്ഥിരമായിട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞതാ ഞാനും മേമയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു ടയർ കൊണ്ടൊരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും ഇവിടെ ഒന്ന് കസേര ഇട്ടിരിപ്പായി.
നമ്മുടെ ഉത്സവത്തിന് പോകുന്നവരെല്ലാവരും ഇവിടെ വന്ന് ഒരു റൗണ്ട് ആടിയിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ കുട്ടികളൊക്കെ. അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണി ഇരുത്തി അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഇരുന്നു കേട്ടോ. ഇരിക്കാൻ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഞാനും ആടി. കുറുമ്പനും പിന്നെ തുമ്പിപ്പെണ്ണ് ഏറ്റവും ഹൈലൈറ്റ്, കാരണം തുമ്പിപ്പെണ്ണ് പേടിയേ ഇല്ല കേട്ടോ. ഞാനൊക്കെ ഒരു വട്ടം ഇരുന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. തുമ്പിപ്പെണ്ണ് ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ ഏട്ടനും എല്ലാവരും ആടിയിട്ട് അനിയൻ മാത്രം ഇല്ല എന്ന് പറഞ്ഞ് അനിയൻ ചെയ്ത് അതിനകത്ത് ഊഞ്ഞാലാടിയില്ല കേട്ടോ. അപ്പോൾ ഇനി പാർട്ട് 2 വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കേട്ടോ. ടാറ്റാ, ബൈ.